വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് മിന്നൽ വേഗത്തിൽ ടെൻഡറായി. UDF സർക്കാർ ഭരണമേറ്റെടുത്ത് 14ാമത്തെ ദിവസമാണ് ആരടൻ ഷൗക്കത്ത് MLAയുടെ നിരന്തര ഇടപെടലിൽ ബൈപ്പാസിന് ടെൻഡറായത്. ആടുകളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് മുദീര പീടിക മറിയുമ്മ, പരുത്തിക്കുന്നൻ ഷഹർബാനു എന്നിവരുടെ 4 ആടുകളെയാണ് കടിച്ചുകൊന്നത്. പുലർച്ചെ 3:30 സംഭവം. നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഷവർമ കടയുടമയുടെ ബൈക്ക് മോഷ്ടാവ് കവർന്നു. കോടതിപ്പടിയിലെ KL 71 എന്ന ഷവർമ കടയുടെ ഉടമ ഷിഹാബിന്റെ ബൈക്കാണ് മോഷണം പോയത്. പാണ്ടിക്കാട് മുതൽ റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിരവധി വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ ലോറി ഒടുവിൽ മങ്കടയിൽ വെച്ച് നാട്ടുകാരും പോലീസും ചേർന്ന് സാഹസികമായി തടഞ്ഞു. മങ്കട കർക്കിടകത്ത് വെച്ചാണ് നാട്ടുകാർ ലോറി തടഞ്ഞത്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നാടാകെ പടരുന്നതിനിടെ പോത്തുകൽ അങ്ങാടിയിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തതായി പരാതി. വാർത്തകൾ വിശദമായി. നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് മിന്നൽ വേഗത്തിൽ ടെൻഡറായി. UDF സർക്കാർ ഭരണമേറ്റെടുത്ത് 14ാമത്തെ ദിവസമാണ് ആരടൻ ഷൗക്കത്ത് MLAയുടെ നിരന്തര ഇടപെടലിൽ ബൈപ്പാസിന് ടെൻഡറായത്. സുഹൃത്തുക്കളെ, നമ്മുടെ നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമായിരിക്കുന്നു. നിലമ്പൂർ ബൈപ്പാസ് നമ്മുടെ ഏറെക്കാലത്തെ ചിരകാല സ്വപ്നമാണ്. നമ്മുടെ ബൈപ്പാസ്, ആ ബൈപ്പാസിന്റെ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷമായി തടസ്സപ്പെട്ട് നിൽക്കുകയായിരുന്നു. ബൈപ്പാസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ഫസ്റ്റ് റീച്ച് 2.5 കിലോമീറ്റർ അത് മുഴുവൻ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 27 കോടി രൂപ 70 ലക്ഷം രൂപക്കുള്ള ടെൻഡറാണ് SC ക്ഷണിച്ചിരിക്കുന്നത്. ഈ 20-ാം തീയതിക്കകം തന്നെ ടെൻഡർ നൽകാനാണ് SCയുടെ ഡിക്ലറേഷൻ വന്നിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ ബൈപ്പാസ് ദേശീയപാതയുടെ നിലവാരത്തിലാണ് നമ്മൾ ബൈപ്പാസ് നിർമ്മിക്കുന്നത്. 35 മീറ്റർ വീതിയിലാണ്, 4 വരി പാതയാണ്. 4 വരി പാത, നടുവിൽ ഒരു 3 മീറ്റർ ഗ്യാപ്പ് ഇട്ടുകൊണ്ടുള്ള 4 വരി പാതയാണ്. മാത്രമല്ല, ഈ 4 വരി പാതയുടെ 2 ഭാഗത്തും സൈക്കിൾ ട്രാക്കും പാത്വേയും ഒക്കെ അടങ്ങുന്ന ഒരു ദേശീയ പാതയുടെ നിലവാരത്തിലാണ് നമ്മുടെ ഈ ബൈപ്പാസ് നിർമ്മിക്കുന്നത് എന്നുകൂടി ഇതിന് വലിയ പ്രത്യേകതയുണ്ട്. ഈ ബൈപ്പാസ് നിർമ്മാണം എത്രയും വേഗം തന്നെ ആരംഭിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിനെ നേരിൽ കണ്ട് ഷൗക്കത്ത് നടത്തിയ ചർച്ചയാണ് ബൈപ്പാസിന്റെ ടെൻഡർ നടപടി അതിവേഗത്തിലാക്കിയത്. KNG റോഡിൽ ഊസിക്ക് പടി മുതൽ പാട്രാക്ക വരെ 2.460 കിലോമീറ്റർ റോഡ് നിർമ്മാണം, ജംഗ്ഷൻ നവീകരണം, ബസ് ബേ എന്നിവയടക്കം 27.79 കോടിക്കാണ് ടെൻഡറായത്. ജൂൺ 22-ന് ടെൻഡർ തുറക്കും. കരാർ ലഭിക്കുന്നവർക്ക് ഉടനടി നിർമ്മാണം ആരംഭിക്കാം. ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞതോടെ 1-ാം ഘട്ട ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കുന്ന മുറയ്ക്ക് തന്നെ 2-ാം ഘട്ടത്തിനും ടെൻഡർ നടപടികളാകും. 35 മീറ്റർ വീതിയിൽ ദേശീയപാത നിലവാരത്തിൽ 4 വരി പാതയായാണ് ബൈപ്പാസ് വരുന്നത്. റോഡിനോട് ചേർന്ന് നടപ്പാതയും സൈക്കിൾ ട്രാക്കും ഉണ്ടാകും. ആരടൻ ഷൗക്കത്ത് MLAയുടെ ഇടപെടലിലാണ് 9 വർഷമായി നിർജീവാവസ്ഥയിലായിരുന്ന നിലമ്പൂർ ബൈപ്പാസിന് പുതുജീവനായത്. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ MLA ആയ ഉടൻ ഭൂവുടമകൾക്ക് നഷ്ടപരിഹാര വിതരണം പൂർത്തീകരിച്ച് ബൈപ്പാസ് വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യത്തിനായി വിശ്രമമില്ലാതെയാണ് പ്രവർത്തിച്ചത്. മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, റവന്യൂ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ധനകാര്യ സെക്രട്ടറി, പൊതുമരാമത്ത് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് നിലമ്പൂർ ബൈപ്പാസ് വേഗത്തിലാക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും സാങ്കേതിക
സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പൊതുമരാമത്ത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗവും ചേർന്നിരുന്നു. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ KNG പാതയിൽ നിലമ്പൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ നിലമ്പൂർ ബൈപ്പാസിന് 2015 UDF സർക്കാർ ഭരണാനുമതി നൽകി നിർമ്മാണം ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ 9 വർഷമായി പാതി വഴി ഉപേക്ഷിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ 227.18 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച ആദ്യഘട്ടത്തിന് സാങ്കേതിക അനുമതിയായി. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനായില്ല. ഭരണാനുമതിയിൽ ബൈപ്പാസിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷമേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുവാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ പറഞ്ഞുള്ള ധനവകുപ്പിന്റെ തടസ്സവാദമായിരുന്നു വെല്ലുവിളി. UDF സർക്കാർ അധികാരം ഏറ്റതോടെ 2 ആഴ്ചയ്ക്കകം തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് ടെൻഡർ നടപടി ആരംഭിക്കാനായത് നിലമ്പൂരിന്റെ വലിയ നേട്ടമായി. KNG റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാനായി OCK പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ്. പാട്രാക്ക വരെയുള്ള ബൈപ്പാസിന്റെ 1ാം ഘട്ടം പൂർത്തിയായാൽ തന്നെ നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. നിലമ്പൂർ നഗരത്തിന്റെ തിരക്കിൽ പ്രവേശിക്കാതെ KNG റോഡിൽ നിന്നും ബൈപ്പാസ് വഴി ചക്കാലക്കുത്തിലൂടെ പൂക്കോട്ടുംപാടം, കാളികാവ്, ചുങ്കത്തറ, എടക്കര ഭാഗങ്ങളിലേക്ക് പോകാം. ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികൾക്കും പാത അനുഗ്രഹമാകും. ആടുകളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. ചാലിയാർ പഞ്ചായത്തിലെ പാറേക്കാട് മുതിരപ്പീടിക മറിയുമ്മ, പരുത്തിക്കുന്നൻ ഷഹർബാനു എന്നിവരുടെ 4 ആടുകളെയാണ് കടിച്ചുകൊന്നത്. പുലർച്ചെ 3:30ഓടെയാണ് സംഭവം. വീടിനോട് ചേർന്നുള്ള മറിയമ്മയുടെ ആട്ടിൻകൂട് പൊളിച്ചാണ് ആടുകളെ കൊന്നത്. ആടുകളെ കടിച്ചു കീറിയ അവസ്ഥയിലാണ്. മറിയമ്മയുടെ 3 ആടുകളെയാണ് കൊന്നത്. 7 ആടുകളാണ് ഉണ്ടായിരുന്നത്. മറിയമ്മയുടെ പ്രധാന വരുമാനമാണ് ആട് വളർത്തൽ. രണ്ടാമത്താണ് പിന്നെ 2ാം വട്ടം വന്നത്. ഓലൊക്കെ പാടെ കൂടി എല്ലാവരും പാടെ കൂടി 3:30 സമയത്താണ് നമ്മൾ ചെന്നപ്പോത്തിന് 2 പുറത്ത് കിട്ടിക്കണം, ചത്തും ചെയ്തിക്കണം. കൂട്ടമായി വന്ന് ഓനെ മയത്തേക്ക് എടുത്തു പറഞ്ഞു. വടി എടുത്ത് കണ്ടാണ് ചെന്നത്. 2 ആൾ ഞാൻ ഒരാളായിട്ട് 3 ആടുകളെ പിടിച്ച് കുറേ കൂട്ടം വരികയാണ്. എന്താ പാലില്ല ആടുകളായതുകൊണ്ടാണ്. വിഷമം പറയല്ല. അപ്പം എന്താ കാട്ടുക, നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമല്ലാതെ. പരുത്തിക്കുന്നൻ ഷഹർബാനുവിന്റെ ഗർഭിണിയായ ആടിനെ ഞായറാഴ്ചയാണ് കടിച്ചു കൊന്നത്. ഇവിടെ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. തെരുവ് നായ്ക്കളെ ഓടിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ മറിയമ്മയുടെയും മകന്റെയും നേരെ തെരുവ് നായ്ക്കൾ തിരിയുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 3-ാം വാർഡിൽ പാറേക്കാട് പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യമാണ് താറാവുകളെ കൊന്നത്. വാർത്തയൊക്കെ ആയതാണ്. ഒരു 10-60 താറാവുകളെയാണ് കൂട്ടിൽ കയറിക്കൊണ്ട് ആക്രമിച്ചത്. തെരുവ് നായ്ക്കൾ കൂട്ടമായി എത്തി ആക്രമിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രദേശത്ത് പാറേക്കാട് ഈ മേഖലയിലുള്ള ആടുകളുടെ ആട്ടിൻകൂട്ടിൽ കയറിക്കൊണ്ടാണ് തെരുവ് നായ്ക്കൂട്ടം ആക്രമിച്ച് ഇന്ന് 2 ആടുകളും ഇന്നലെ 2 എണ്ണം, അങ്ങനെ 4 ആടുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾ സൗണ്ട് കേട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ തിരിയുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ തെരുവ് നായ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ട്. ഈ ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പേയിളകിയിട്ടുള്ള തെരുവുനായ്ക്കളൊക്കെ ഇതിൽ കറങ്ങി നടക്കുന്നുണ്ട്. അവരെയൊക്കെ ഉന്മൂലനം ചെയ്യാനും അവരെ മറ്റു മാർഗങ്ങളിലേക്ക് കടത്തുന്നതിനും വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടി പഞ്ചായത്തും അതുപോലെ തന്നെ അതിൻ്റെ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപം പ്രവർത്തിക്കുന്ന ഷവർമ കടയുടമയുടെ ബൈക്ക് മോഷ്ടാവ് കവർന്നു. കോടതിപ്പടിയിലെ KL71 എന്ന ഷവർമ കടയുടെ ഉടമ ഷിഹാബിന്റെ ബൈക്കാണ് മോഷണം പോയത്.
കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം നടന്നത്. ഷിഹാബ് തന്നെ ബൈക്ക് കടയുടെ മുന്നിൽ നിർത്തി അകത്തേക്ക് പോയതായിരുന്നു. വാഹനം നിർത്തി വെറും 10 മിനിറ്റുകൾക്കകം തന്നെ മോഷ്ടാവ് ബൈക്കുമായി കടന്നു കളയുകയായിരുന്നു. പ്രതി ബൈക്കുമായി വടപുറം ഭാഗത്തേക്ക് പോകുന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ കടയിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. 2008 മോഡൽ ഹീറോ ഹോണ്ട പാഷൻ ബൈക്കാണ് നഷ്ടപ്പെട്ടത്. ഉടമയുടെ പരാതിയെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പാണ്ടിക്കാട് മുതൽ റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നിരവധി വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ ലോറി ഒടുവിൽ മങ്കടയിൽ വെച്ച് നാട്ടുകാരും പോലീസും ചേർന്ന് സാഹസികമായി തടഞ്ഞു. മങ്കട കർക്കിടകത്ത് വെച്ചാണ് നാട്ടുകാർ ലോറി തടഞ്ഞത്. പാണ്ടിക്കാട് നിന്നും പോലീസ് വാഹനത്തെ ഉൾപ്പെടെ നിരവധി മറ്റ് വാഹനങ്ങളെയും ഇടിച്ചു തെറിപ്പിച്ചാണ് ലോറി പാഞ്ഞത്. റോഡിലുണ്ടായിരുന്ന ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും അത്ഭുതകരമായാണ് ലോറിയുടെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടത്. അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോയ ലോറിയെക്കുറിച്ച് വാഹനം ഇടിച്ച് പരിക്കേറ്റവരും മറ്റ് യാത്രക്കാരും ഉടൻ തന്നെ മങ്കടയിലുള്ളവർക്ക് വിവരം കൈമാറുകയായിരുന്നു. വിവരമറിഞ്ഞ് കർക്കിടകത്ത് തടിച്ചുകൂടിയ നാട്ടുകാർ ലോറി തടയുകയും ഏറെ ബലപ്രയോഗത്തിലൂടെ ഡ്രൈവറെ പിടികൂടുകയുമായിരുന്നു. തുടർന്ന് മങ്കട പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. ഡ്രൈവർ ലഹരി ഉപയോഗിച്ചാണോ വാഹനം ഓടിച്ചതെന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ആവേശം നാടാകെ പടരുന്നതിനിടെ പോത്തുകൽ അങ്ങാടിയിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തതായി പരാതി. പോത്തുകൽ ഫ്രണ്ട്സ് ക്ലബ് പ്രവർത്തകരും ആരാധകരും ചേർന്ന് വലിയ തുക മുടക്കി സ്ഥാപിച്ച അർജന്റീന ബ്രസീൽ ടീമുകളുടെ ഫ്ലെക്സ് ബോർഡുകളാണ് വലിച്ചുകീറി നശിപ്പിച്ചത്. പുതിയ ഫ്ലെക്സ് വെച്ചാൽ ഇപ്പൊ അത് കീറില്ല നമുക്ക് പറയട്ടെ. ഏതൊരു പ്രായമായിട്ടുള്ള ആളല്ലേ നമുക്ക് അറിയില്ല. ഇവിടുത്തെ ഒരു ഫ്ലെക്സ് ഒന്നല്ല കീറിക്കണേ. ഇപ്പൊ ഇവിടെ അർജന്റീന ബ്രസീലിന് 2 ഫ്ലെക്സ് ഇവിടെ കീറിക്കണേ. ഇത് എത്ര ഫീറ്റ് ആണ് ഏകദേശം? ഇതിപ്പോ അർജന്റീന നമ്മള് 30-15 വരുന്നത്. അതിനെ കുറച്ച് പൈസയും ചെക്കന്മാരെ പണിപ്പില്ല. അപ്പുറത്ത് ബ്രസീലിന്റെ എത്രയാണ്? ബ്രസീലിന് എത്രയാണ്? 40-15 അതൊക്കെ എത്രയാണ്? കഷ്ടപ്പെട്ടുകളൊക്കെ വെക്കാന്. കഴിഞ്ഞ മെയ് 22-നാണ് ആരാധകർ ഒത്തുചേർന്ന് അങ്ങാടിയിൽ ബോർഡുകൾ ഉയർത്തിയത്. എന്നാൽ മെയ് 31 ഞായറാഴ്ച രാത്രിയോടെയാണ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അർജന്റീനയുടെ 15 അടിയോളം വരുന്ന ബോർഡും ബ്രസീലിന്റെ 40 അടിയോളം വരുന്ന കൂറ്റൻ ബോർഡുമാണ് തകർക്കപ്പെട്ടത്. വലിയ ആവേശത്തോടെയും ഏറെ കഷ്ടപ്പെട്ടും പണം കണ്ടെത്തി സ്ഥാപിച്ച ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ പ്രദേശത്തെ ഫുട്ബോൾ പ്രേമികൾ കടുത്ത അമർഷത്തിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ക്ലബ്ബ് ഭാരവാഹികളും ആരാധകരും പോത്തുകൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അക്രമം കൊണ്ട് തങ്ങളുടെ ഫുട്ബോൾ ആവേശത്തെ തകർക്കാനാകില്ലെന്നും തകർക്കപ്പെട്ട സ്ഥലത്ത് പുതിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ക്ലബ് ഭാരവാഹികൾ വ്യക്തമാക്കി. നിലമ്പൂർ KNG റോഡിലെ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണം DYFI. ട്രാഫിക് റെഗുലേറ്ററി കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് DYFI ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ വലിയ ഗതാഗതക്കുരുക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ ഒട്ടുമിക്ക വാഹനങ്ങളും ഉപയോഗിക്കുന്നത് ഈ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ കടന്നുപോകുന്ന റോഡ് എന്ന രീതിയിൽ ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ കടന്നുപോക്ക് വലിയ അപകട സാധ്യത എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ട്രാഫിക് റെഗുലേറ്ററി കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഈ ഗതാഗതക്കുരുക്കിന് ആവശ്യമായുള്ള പരിഹാരം കാണുകയും ബസ്സുകളുടെ ഇതുവഴിയുള്ള കടന്നുപോക്ക് അവസാനിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് DYFI ആവശ്യപ്പെടുകയാണ്. നിലമ്പൂർ KNG റോഡിൽ വലിയ ഗതാഗതക്കുരുക്കാണ്. ഈ സമയങ്ങളിൽ ഒട്ടുമിക്ക വാഹനങ്ങളും കടന്നുപോകുന്നത് മാനവേദൻ സ്കൂൾ റോഡിലൂടെയാണ്. സ്കൂളുകൾ തുറന്നതോടെ ചെറിയ കുട്ടികളടക്കം 100 കണക്കിന് വിദ്യാർത്ഥികളാണ് നിലവിൽ ഈ റോഡിനെ ആശ്രയിക്കുന്നത്. സ്കൂൾ സമയങ്ങളിൽ വലിയ വാഹനങ്ങൾ ഇത്തരത്തിൽ നിയന്ത്രണമില്ലാതെ കടന്നുപോകുന്നത് വൻ അപകടങ്ങൾക്ക് കാരണമായേക്കാമെന്നും DYFI അറിയിച്ചു. DYFI ബ്ലോക്ക് സെക്രട്ടറിയും മുനിസിപ്പൽ കൌൺസിലറുമായ അരുൺ ദാസ്, പ്രജിത് KA, റിയാസ് കാവാട്, ലെനിൻ സുരാജ് എന്നിവർ സംസാരിച്ചു. ഗോത്രവർഗ വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കുന്ന നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി.
നിലമ്പൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത മോൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ ശാലിനി സുബേദ് അധ്യക്ഷത വഹിച്ചു. ആദ്യ ദിവസം തന്നെ എത്തിയ കുട്ടികൾക്ക് നോട്ട്ബുക്ക്, പേന, കുട, ബാഗ് എന്നിവ അടങ്ങിയ കിറ്റ് സീനിയർ സൂപ്രണ്ട് അജീഷ് പ്രഭ GP വിതരണം ചെയ്തു. ചടങ്ങിന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഗോപകുമാർ A, മാനേജർ ഉസ്മാൻ P, സീനിയർ അസിസ്റ്റന്റ് വേണുഗോപാൽ MC, സ്റ്റാഫ് സെക്രട്ടറി മോചിത NS തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ രംഗത്ത് 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സമർപ്പിത സേവനത്തിനും ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലെ അസാധാരണ നേതൃത്വത്തിനും അംഗീകാരമായി പ്രൊഫസർ OP അബ്ദുൾ റഹ്മാന് അറേബ്യൻ വേൾഡ് റെക്കോർഡ് കാമൽ ഇന്റർനാഷണൽ അവാർഡ് സമ്മാനിച്ചു. 1975 MES മമ്പാട് കോളേജിൽ വിദ്യാർത്ഥിയായി അക്കാദമിക് ജീവിതം ആരംഭിച്ച പ്രൊഫസർ അബ്ദുറഹ്മാൻ പിന്നീട് അതേ സ്ഥാപനത്തിൽ അധ്യാപകനായും 2002 മുതൽ 2013 വരെ പ്രിൻസിപ്പലായും 2013 മുതൽ 2025 വരെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായും സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. 50 വർഷം ഒരേ സ്ഥാപനത്തോട് ചേർന്ന് നിന്ന അദ്ദേഹത്തിന്റെ സേവനയാത്ര വിദ്യാഭ്യാസ രംഗത്ത് അപൂർവ മാതൃകയായാണ് വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ MES മമ്പാട് കോളേജ് ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചു. വിദ്യാർത്ഥി പ്രവേശനം ഗണ്യമായി വർദ്ധിക്കുകയും അക്കാദമിക് പ്രോഗ്രാമുകളുടെ എണ്ണം ഉയരുകയും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയും അധ്യാപകരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുകയും ചെയ്തുകൊണ്ട് സ്ഥാപനത്തിന്റെ ഗവേഷണ നിലവാരം ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കോളേജ് NAAC A ഗ്രേഡ് അംഗീകാരം നേടുകയും തുടർന്ന് ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. NIRF റാങ്കിങ്ങുകളിൽ ഇന്ത്യയിലെ മികച്ച 300 കോളേജുകളിൽ ഇടം നേടുകയും റാങ്കിങ്ങിൽ 17ാം റാങ്ക് ഉൾപ്പെടെ കേരളത്തിലെ മുൻനിര സ്ഥാപനങ്ങളിലൊന്നായി മാറുകയും ചെയ്തു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിലും സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിലും പ്രൊഫസർ അബ്ദുറഹ്മാൻ നിർണായക പങ്കുവഹിച്ചു. കൺസോർട്ടിയം ഓഫ് ഓട്ടോണമസ് കോളേജസ് ഇൻ കേരള ചെയർമാൻ, NAAC പിയർ ടീം അംഗം, MES എയ്ഡഡ് കോളേജസ് ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം നൽകിയ സേവനങ്ങൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട്. നിലവിൽ MES അക്കാദമിക് വിംഗ് ഡയറക്ടറും MES പൊന്നാനി കോളേജ് ചെയർമാനുമാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ NSS സെക്രട്ടറി സ്ഥാനം വഹിച്ചു. മഞ്ചേരി മലവാരത്തിലെ ചോലനായ്ക്കർക്കിടയിൽ താമസിച്ച് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ജനങ്ങൾക്കിടയിലും സർക്കാരിലും എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. KFRI ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി സംയുക്തമായി സഹകരിച്ച് നിലമ്പൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വനനശീകരണത്തിനെതിരെ പോരാടുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ DBT, DST എന്നിവയുമായി സഹകരിച്ച് കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചു. ആധുനിക രീതിയിൽ നിർമ്മിച്ച മികച്ച ലൈബ്രറി അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സംഭാവനയാണ്. വിദ്യാഭ്യാസത്തെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ശക്തമായ ഉപാധിയായി കാണുന്ന അദ്ദേഹത്തിന്റെ ദർശനവും വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ സമീപനവും ഗവേഷണ ഗുണമേന്മ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ച നേതൃത്വവുമാണ് ഈ അന്താരാഷ്ട്ര ബഹുമതിക്ക് അദ്ദേഹത്തെ അർഹനാക്കിയത്. 5 പതിറ്റാണ്ട് നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ സേവനയാത്ര വിദ്യാഭ്യാസ പ്രതിബദ്ധതയുടെയും സ്ഥാപന നിഷ്ഠയുടെയും ദൂരദർശിയായ നേതൃത്വത്തിന്റെയും ഉജ്ജ്വല മാതൃകയാണെന്ന് അവാർഡ് സമിതി വിലയിരുത്തി. ഈ നേട്ടം കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിനാകെ അഭിമാനകരമായ അംഗീകാരമായും വിലയിരുത്തപ്പെടുന്നു. KSRTE CITU നിലമ്പൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് സമ്മേളനം നടത്തി. സംഘടനാ അംഗങ്ങളുടെ കുട്ടികളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരുടെ പ്രതിഭാ സംഗമവും കരിയർ കൗൺസിലിംഗ് ശില്പശാലയും ചടങ്ങിന്റെ ഭാഗമായി നടത്തി. സംസ്ഥാന സെക്രട്ടറി K സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. P റിയാസ് അധ്യക്ഷത വഹിച്ചു. ATO ബിനു, മഹേഷ്, രാജേന്ദ്രൻ, വിവിധ സംഘടനാ പ്രതിനിധികളായ ഹാസിർ, ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന ഇൻസ്പെക്ടർ KC കരുണാകരൻ, ഡ്രൈവർ സാലിം S, പമ്പ് ഓപ്പറേറ്റർ PM സലീം തുടങ്ങിയവർക്ക് ഉപഹാര സമർപ്പണവും നടത്തി. ഉപരിപഠനത്തിന് അർഹത നേടിയ കുട്ടികൾക്ക് CK ഷാജി ക്ലാസ് എടുത്തു. വല്ലപ്പുഴയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണപ്പെട്ടു. ഏനാദിയിൽ താമസിക്കുന്ന നിലമ്പൂർ പാടിക്കുന്ന് സ്വദേശി അണ്ടിക്കോടൻ റിയാസ് ആണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു അപകടം സംഭവിച്ചത്. നിലമ്പൂർ ചന്തക്കുന്നിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന റിയാസ് ജോലി കഴിഞ്ഞ് ഏനാന്തിയിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വല്ലപ്പുഴ പെട്രോൾ പമ്പിന് സമീപം അപകടത്തിൽപ്പെടുകയായിരുന്നു. റോഡിൽ വീണ് കിടക്കുകയായിരുന്ന ഇദ്ദേഹത്തെ ആ വഴി വന്ന ഓട്ടോ ഡ്രൈവറാണ് ആദ്യം കണ്ടത്. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പരിക്ക് ഗുരുതരമായതിനാൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടെ മരണം സ്ഥിരീകരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.